ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു വിജു. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്നിൽ നിന്നുള്ള ഓരോ അവയർനെസ്സും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. കേരളത്തിലെ ഒരു സോളാർ ഇൻഡസ്ട്രിയിലെ ഒരു മൈക്രോ സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ ഓൺ ഗ്രിഡ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ് എന്നുള്ളതും, ഹൈബ്രിഡ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്നുള്ളതും, ഓഫ് ഗ്രിഡ് നിന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവയർനെസ് തന്നിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ മതി. ആവശ്യത്തിൽ കൂടുതൽ വീഡിയോ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 കിലോവാട്ടിനോ ഒരു 10 കിലോവാട്ടിനോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് പാനൽ ആഡ് ചെയ്ത് കൂട്ടാൻ പറ്റും. പക്ഷേ ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. ഇപ്പം നമ്മളൊരു KCB നിന്നും കൃത്യമായിട്ടും ഫീസിബിലിറ്റി എടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ പാനൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഫീസിബിലിറ്റി കാണണമെന്നില്ല. 100ൻ്റെ ഒരു ട്രാൻസ്ഫോമറിന് 90% മാത്രമേ പറ്റത്തുള്ളൂ. അതായത് 90% 90,000 വാട്ട്സ്. ഇപ്പം നമ്മൾ 3 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 3000 ആണ്, 5 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 5000 ആണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 പ്ലാന്റ് അല്ലെങ്കിൽ 20 പ്ലാന്റ് വരെയൊക്കെ മാക്സിമം നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഏരിയ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.